ഇടവക നാഷണൽ ALP സ്കൂൾ മൂളിത്തോട് വിനയ പുരസ്സരം അവതരിപ്പിക്കുന്ന ചരിത്ര സംഗീത നാടകം കനൽ. ചന്തം കാലം കടന്നുപോയി. നൂറ്റാണ്ടിനൊരു കാൽവട്ടം തികച്ചൊരീ വിദ്യാലയമേ, എൻ്റെ ഈ മണ്ണിൽ ചോരയും നീരുമേറ്റി കെട്ടിടം. വെറും മണ്ണല്ലിത്, വിദ്യയുടെ ഗുരുദൈവം കുടികൊള്ളുന്ന പുണ്യകാവാണിത്. മണ്ണിനോട് മല്ലിടും എൻ്റെ മക്കളെ, മലകൾ കടന്നു വന്നൊരു മനുഷ്യരെ. നിങ്ങൾക്കായി വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വേണ്ടേ? അന്നെന്നുള്ളൊരരിക്കു വേണ്ടി പടവിട്ടു. ഈ കാടിന് പള്ളിക്കൂടം ഒരു പുണ്യമാവട്ടെ. പൈതൃകം മറന്ന മക്കളെ, കാലം കടന്നു പോകുമ്പോൾ ഞാൻ അന്യം നിന്നുപോകും. ഈ മണ്ണിൽ ചോരയും നീരുമേറ്റി കെട്ടിടം. പഴയ കഥകൾ നിങ്ങൾ മറന്നു. നമ്മളിവിടെ വന്നിട്ട് എത്ര കാലമായി? കഷ്ടപ്പാടുകൾക്ക് ഒരു കുറവുമില്ല. വീട് വെച്ചു, കൃഷി ഇറക്കി. പക്ഷെ എൻ്റെ മനസ്സ് നിറയുന്നില്ല. എൻ്റെ മനസ്സിലും തീയാ ചാക്കോ. പള്ളിക്കൂടമില്ലാതെ ഇവരെങ്ങനെ പഠിക്കും? വഴികൾ വശമില്ലാതെ എങ്ങനെ ദൂരത്തേക്ക് പഠിപ്പിക്കാനായിരിക്കും? അക്ഷരം കിട്ടാത്ത തലമുറ ഇരുട്ടിലായി പോകും. വികസനം വേണോടാ, വികസനം. വഴി വെട്ടിയാലും കൃഷി ചെയ്താലും മാത്രം വികസിക്കാനാവില്ല. അറിവിൻ്റെ വെളിച്ചം കടന്നു വരണടാ. കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു പള്ളിക്കൂടം തന്നെ തുടങ്ങണം. പള്ളിക്കൂടമോ? ഇതാര് പഠിപ്പിക്കാൻ വരാനാടോ? ആര് കായ്തരും? ഈ മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം പോലും നമുക്ക് മുഴുവനായി കിട്ടിയില്ല. നമ്മളെ മുന്നിട്ടിറങ്ങിയ എല്ലാം നടക്കൂടോ? വിശപ്പിനേക്കാൾ വലുതാണോ ഇപ്പോൾ വിദ്യാലയങ്ങൾക്കായുള്ള ദാഹം? നമ്മുടെ സ്വപ്നം ഒരു പുല്ലിട്ട ഷെഡിനാണെങ്കിലും ആരംഭിക്കണോടോ. അങ്ങനെ ആവട്ടെ. സഹായിക്കണവരെ കണ്ടെത്തണം. നമ്മൾ മുന്നിട്ടിറങ്ങണം. വിദ്യാലയമാണോ വികസനത്തിൻ്റെ ആദ്യപടി. മലനാടിൻ്റെ മക്കളെ കേൾക്കാം. ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചാൽ കേൾക്കാം മൂളിത്തോടിൻ്റെ മണ്ണിലെ വിദ്യയുടെ പുണ്യകഥ. പണ്ട് ഒരു തുണ്ടു ഭൂമിയിൽ പിറവിയെടുത്ത വിദ്യാലയത്തിൻ്റെ കഥ. മാനവന്റെ നിശ്ചയദാർഢ്യം. 75 മുൻപ് 1951 നവംബർ 1 പൊൻപുലരി. ആ പുലരിയിലാണ് ഈ അക്ഷരമുറ്റത്തിൻ്റെ ജാതകം കുറിച്ചത്. സർവാദരണീയനായ ശ്രീ P. കുഞ്ഞിരാമൻ നായർ മുൻകൈയെടുത്ത് വിളിച്ചൊരു യോഗം. സ്വാതന്ത്ര്യസമര സേനാനിയായ വാരിമൂല കുഞ്ഞിരാമൻ നായർ മാനേജരായി ചുമതലയേൽക്കുമ്പോൾ ഈ മണ്ണിൽ ഉയർന്നത് വെറുമൊരു ഷെഡല്ല, വിജ്ഞാനത്തിൻ്റെ മായാവിളക്കാണ്. CP മാധവൻ മാഷ്, കുനിയിൽ കുഞ്ഞിരാമൻ മാഷ്, VA ലക്ഷ്മിക്കുട്ടി ടീച്ചർ. അറിവിൻ്റെ വെളിച്ചം ആദ്യമായി ഇവിടെ പകർന്ന ഗുരുക്കന്മാർ. പിന്നീടിങ്ങോട്ട് നിരവധി ഗുരുക്കന്മാർ, ശിഷ്യർ. പട്ടിണിയുടെയും പെരുമഴയുടെയും പകർച്ചവ്യാധികളുടെയും കാലമായിരുന്നത്. പുല്ല് ചോർന്നൊലിക്കുമ്പോൾ എത്രയോ അമ്മമാരുടെ ഹൃദയമാണ് പിടഞ്ഞത്. ദാരിദ്ര്യത്തിൻ്റെ തീയിൽ വെന്ത എത്രയോ കുരുന്നുകളാണ് ഇവിടെ അക്ഷരം കുറിച്ചത്. ഇതാ അന്നു പിറന്ന ചരിത്രം ഇന്നിവിടെ പുനർജനിക്കുന്നു. മക്കളെ, എല്ലാവരും ബോർഡിലേക്കൊന്ന് നോക്കിക്കേ. അറിവ്. നമ്മൾ വെട്ടിപ്പിടിക്കുന്ന മണ്ണിനോടൊപ്പം മൂല്യമേറിയതാണ് ഈ അക്ഷരങ്ങളും.
നമ്മുടെ കൈകൾ തഴമ്പിക്കുന്നത് മണ്ണിൽ പണിയെടുക്കാൻ മാത്രമല്ല, ഈ ലോകത്തെ മാറ്റി എഴുതാൻ കൂടിയാവണം. മാഷേ, അച്ഛൻ പറയുന്നു പള്ളിക്കൂടത്തിൽ പോയാൽ വിശപ്പ് മാറില്ലെന്ന്, പഠിക്കാൻ പോകാതെ പണിക്ക് പോയാൽ അന്നം കിട്ടുമെന്ന്. മോനെ, പണിക്ക് പോയാൽ ഇന്നത്തെ വിശപ്പ് മാറും. പക്ഷേ പഠിച്ചാൽ നിന്റെ തലമുറയുടെ വിശപ്പ് മാറ്റാം. മഴയത്ത് ചോരുന്ന ഈ ഷെഡ് കണ്ടോ? ഇത് നാളെ ഒരു വലിയ കെട്ടിടമാകും. അന്നത്തെ മക്കൾക്ക് പഠിക്കാൻ നിന്നെപ്പോലെ കഷ്ടപ്പെടേണ്ടി വരില്ല. നമ്മൾ സഹിക്കുന്ന ഈ കഷ്ടപ്പാടാണ് നാളത്തെ വെളിച്ചം. മാഷേ, സ്ലേറ്റ് വീണ് പൊട്ടിപ്പോയി. അക്ഷരം എഴുതാൻ എനിക്കിനി സ്ലേറ്റ് ഇല്ല മാഷേ. ഞാനിന്ന് പണിക്ക് പോകാനിരുന്നതാ. വീട്ടിൽ അനിയൻ പനി പിടിച്ച് കിടക്കുക. പക്ഷേ അക്ഷരം പഠിക്കണമെന്നോർക്കുമ്പോൾ. മോനെ, സ്ലേറ്റ് പൊട്ടിയാലും അറിവ് ഉടയരുത്. പണിക്ക് പോയി ഈ കുഞ്ഞു കൈകൾ തഴമ്പിച്ചാൽ അക്ഷരം പഠിക്കാൻ പ്രയാസമാകും. വാ, നീ ഇവിടെ ഇരിക്ക്. മാഷേ, ഈ ഷെഡ് ചോരുമ്പോൾ എനിക്ക് പേടിയാകുക. എപ്പോഴെങ്കിലും ഇത് തകർന്നു വീഴുമോ? ഇല്ല മക്കളെ, ഈ ഷെഡിന് മുകളിൽ വലിയ മേൽക്കൂര വരും. വിശക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യാലയം ഇവിടെ ഉയരും. ആ കനവാണ് വാരിമൂല കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന ഈ നാടിൻ്റെ നായകൻ കണ്ടത്. ആ സ്വപ്നം സത്യമാകും. മഞ്ഞണിഞ്ഞ മാമലതൻ മടിത്തട്ടിൽ മണ്ണോട് മല്ലിട്ടോർ കണ്ട കിനാവ്, വെട്ടിയെടുത്തോരി മൂളിത്തോടിൻ മണ്ണിൽ വിദ്യതൻ പുതുനാമ്പ് വിടരണേ, അറിവിന്റെ പുതുനാമ്പ് വിടരണേ. അക്ഷരപ്പൂക്കൾ വിരിയുന്ന മുറ്റത്ത് ഓല ഷെഡിലെ അഴക് കാണേ, വയനാടൻ കുന്നിൻ പ്രഭയേകിടുമി മൂളിത്തോടിൻ സ്വർണ്ണ നിലാവല്ലേ നമ്മുടെ അറിവിൻ നിലാവരനെ. വിശപ്പിന്റെ തീയിൽ വിറച്ചിടുമ്പോഴും വിജ്ഞാനദാഹം മനസ്സിൽ നിറച്ചു. ചോരുന്ന മേൽക്കൂരക്കടിയിലിരുന്നും പുതിയൊരു പുലരിയെ തേടി മക്കൾ പഠിച്ചു. നന്മ വിളയുന്ന വിദ്യാലയം, നമ്മൾ വിണ്ണോളം വളർത്തുന്ന വിദ്യാലയം. മലനാടിൻ്റെ ഹൃദയമിതാ ഉണരുകയാണ്. പട്ടിണിയോടും ഇല്ലായ്മയോടും പടവെട്ടി എൻ്റെ മക്കൾ ജയിക്കുന്നു. കാലത്തിൻ്റെ ചുവടുകൾ മാറ്റം തേടുന്നു. പുല്ലുമേഞ്ഞ ഷെഡിനുള്ളിൽ പുകഞ്ഞെരിഞ്ഞ സ്വപ്നങ്ങൾ ഇതാ ഓലമേഞ്ഞ ചുമരുകൾ പിന്നിട്ട് ഓടിട്ട കെട്ടിടമായി ഉയരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കൈപ്പറിഞ്ഞ നാവിൽ അക്ഷരത്തിൻ്റെ മധുരം ചേരുന്നു. വിശപ്പിൻ്റെ വെളിയാധിക്യത്തിന് വിദ്യാലയമുറ്റത്തെ ഉപ്പുമാവ് മറുപടിയാവുന്നു. ആകാശത്തുനിന്ന് മഴത്തുള്ളികൾ മണ്ണിൽ വീഴുമ്പോൾ ചോർച്ചയില്ലാത്ത മേൽക്കൂരയ്ക്കടിയിൽ ഇരുന്നെൻ്റെ മക്കൾ നാളെ ചരിത്രം തിരുത്തും. ഇത് അക്ഷരം കൊണ്ട് തീർത്ത ഉരുക്കുകോട്ട. കാണുക നിങ്ങൾ, മാറ്റത്തിൻ്റെ പെരുമ്പറ മുഴുങ്ങുന്നു. എൻ്റെ മമതേ, ഇന്നൊരു പ്രത്യേക ഉന്മേഷമുണ്ടല്ലോ നിനക്ക്. ചായ അടിക്കുന്നതിൽ പോലും ഒരു താളം. പിന്നല്ലാതെ കാണാരേട്ടാ, എൻ്റെ ബെല്യോൺ എന്നാൽ ആദ്യമായിട്ടൊരു പുസ്തകം വായിക്കുന്നത് ഞാൻ കണ്ടു. നമ്മളെപ്പോലെ ഒന്നും ഒടുങ്ങുന്നാ നിരീച്ചത്. പക്കെങ്കിലേ ഓന് അറബിൻ്റെ ലോകം തുറന്നു കിട്ടിയിക്കണ്. അതാണ് പറഞ്ഞത്. ഈ പള്ളിക്കൂടം വന്നതോടുകൂടെ നമ്മുടെ നാടിൻ്റെ ലക്ഷണം അതങ്ങ് മാറി.
ഇന്നലെ കണ്ടോ പള്ളിക്കൂടത്തിന് മുന്നിലെ വഴിവെട്ടാൻ ആളുകൾ സ്വയം മുന്നിട്ടിറങ്ങിയത്? പള്ളിക്കൂടം നമ്മുടെ നാടിൻ്റെ വികാരമായി മാറി മമതേ. എന്തായാലും കുട്ടികൾക്കിപ്പോൾ ഉപ്പുമാവെങ്കിലും കിട്ടണുണ്ടല്ലോ. ആ ഒരു നേരം അവർക്ക് കിട്ടണ കരുത്ത് ചെറുതല്ല. പണ്ട് പട്ടിണി കൊണ്ട് ക്ലാസ്സിലിരുന്ന് പല കുട്ടികളും മയങ്ങിപ്പോയിരുന്നു. സത്യശേഖര, പക്ഷേ ഭക്ഷണത്തേക്കാൾ വലുത് ആ ഒത്തൊരുമയാണ്. ജാതിയും മതവും നോക്കാതെ നമ്മുടെ പിള്ളേരൊക്കെ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. വേം വാ അനിയത്തി, എന്നെ നോക്കിയിരിക്കായിരിക്കും. ഉപ്മാവായി ചെല്ലണതേ. ഇതരൂതേ ഓരു കൊടുത്തിട്ടാ ധാരത്തിദ്വാ. ആ, ഓല് പഠിക്കട്ടെ, മിടുക്കനായി വളരട്ടെ. അറിവിൻ്റെ വെളിച്ചം ഈ കുട്ടികളൊക്കെ ഭയ നടത്തട്ടെ. കാലം അതിവേഗം ചലിക്കുന്നു മക്കളെ. ഓലഷെഡുകളും ഓടിട്ട കെട്ടിടങ്ങളും ചരിത്രമായി മാറുന്നു. വിദ്യാലയത്തിൻ്റെ ആത്മാവ് കെടാതെ കാക്കുവാൻ, അറിവിൻ്റെ വെളിച്ചം തെളിമയോടെ ഈ നാടിന് പകരുവാൻ പുണ്യം ചെയ്തൊരു കൈകൾ കടന്നു വന്നു. ഷേൺസ്റ്റാഡ് സിസ്റ്റേഴ്സ് ഓഫ് മേരി. കാണുക നിങ്ങൾ പഴയ ഒരു സ്വപ്നം ഇതാ കോൺക്രീറ്റിൽ പടുത്തുയർത്തുന്നു. ഇത് വെറും ഒരു കെട്ടിടമല്ല, അറിവിൻ്റെ അക്ഷയപാത്രം. മൂളിത്തോടിൻ്റെ നെറുകയിൽ വിരിഞ്ഞ വിജയത്തിൻ്റെ കിരീടം. നിശ്ചയദാർഢ്യം കോൺക്രീറ്റായി മാറുന്ന അത്ഭുതം കാണുക. ഇതൊരു വെറും കൈമാറ്റമല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങളെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കലാണ്. 1914 ഒക്ടോബർ 18 ജർമ്മനിയിലെ റൈൻ നദിക്കരയിലുള്ള ഷ്വേൻസ്റ്റാഡിൽ ഫാദർ ജോസഫ് കെൻഡനിക്കും ഒരു കൂട്ടം വൈദിക വിദ്യാർത്ഥികളും ചേർന്ന് കൊളുത്തിയ സ്നേഹത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ആ വലിയ ദീപ്തി ലോകമനസാക്ഷിയെ ദൈവസ്നേഹത്താൽ ഒന്നാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആ വിശുദ്ധ പ്രസ്ഥാനം കടലുകൾ കടന്ന് 31 രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചു. വാര്യംമുല കുഞ്ഞിരാമൻ നായർ എന്ന കർമ്മയോഗി കൊളുത്തിവെച്ച അക്ഷരദീപം മങ്ങാതെ ജ്വലിപ്പിക്കാൻ ആ പുണ്യം ചെയ്ത കൈകൾ ഇതാ നമ്മുടെ മണ്ണിലുമെത്തി. സ്വന്തമായി നല്ലൊരു സ്കൂൾ കെട്ടിടമോ ആവശ്യമായ ശൗചാലയങ്ങളോ മതിലുകളോ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട മൂളിത്തോട് NALPS സ്കൂളിനെ ഒരു പുതിയ ദിശാബോധം നൽകാനായി 1997 ഷ്വേറ്റ്സ്റ്റാഡ് സിസ്റ്റേഴ്സ് ഓഫ് മേരി ഹൃദയത്തോട് ചേർത്തു. അറിവിൻ്റെ പുത്തൻ അധ്യായത്തിന് ഇവിടെ തുടക്കമാകുന്നു. കൈകൾ കോർക്കാം, കാവലാകാം, കനവുകൾ പൂക്കും മൂളിത്തോടിൽ അക്ഷരമുറ്റത്തായൊന്നായി ചേരാം, സ്നേഹഗംഗയായൊഴുകാം നമ്മൾ വിദ്യതൻ പുണ്യതീർത്ഥമാ. ഇന്നലെ പെയ്ത വേനൽ മഴയിൽ വിടർന്ന കുടമുള്ള പൂക്കൾ നമ്മൾ ഓലമേഞ്ഞ
നാളെ ലോകത്തിൻ നെറുകയിൽ തിളങ്ങിടേണം മൂളിത്തോടിൻ നെഞ്ചിലെ വെളിച്ചങ്ങൾ ആയിരം സൂര്യനായി ജ്വലിച്ചിടേണം അറിവിൻ സൂര്യനായി വിളങ്ങിടേണം. ചുമരുകൾക്ക് എന്ത് തണുപ്പാണ്. ചോർച്ചയില്ലാത്ത മേൽക്കൂര, മിനുസമുള്ള തറ. അന്ന് കുഞ്ഞിരാമൻ മാഷ് പറഞ്ഞത് സത്യായി. നമ്മൾ പാകിയ ആ വിത്ത് മണ്ണ് തുളച്ച് ആകാശത്തേക്ക് വളർന്നിരിക്കുന്നു. അപ്പൂപ്പാ, ഇത് നമ്മുടെ ക്ലാസ് മുറികൾക്ക് അതിരുകളില്ല. ലോകത്തിന്റെ ഏതറ്റത്തുള്ള അറിവും സ്മാർട്ട് ക്ലാസ്സിലൂടെ ഞങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കാൻ ഹരിതം പദ്ധതിയിലൂടെ ഞങ്ങൾ മണ്ണറിഞ്ഞു വളരുന്നു. വായനയിൽ ഞങ്ങളെ താരങ്ങളാക്കാൻ ഉയരെ വായനാ പദ്ധതിയുമുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാൻ സ്നേഹസ്പർശം നൽകുന്ന കാരുണ്യമാണ് ഈ വിദ്യാലയത്തിന്റെ കരുത്ത്. ഒരു കുട്ടിയും അക്ഷരം അറിയാതെ പോകരുത് എന്ന നിർബന്ധമുള്ള അക്ഷരജ്യോതി ഞങ്ങളുടെ വലിയ മികവാണ്. Today we are confident through our Easy Kids English Club we can speak, debate and share our ideas with the world. കലാപരമായ കഴിവുകൾ വളർത്താൻ ടാലന്റ് ലാബ് ഞങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു. ആരോഗ്യത്തിനായി വിശാലമായ ഡൈനിങ് ഹാളും നല്ല ഭക്ഷണശീലങ്ങളും ഞങ്ങൾക്കുണ്ട്. കളിച്ചു വളരാൻ മനോഹരമായ ഒരു പാർക്കും ഒരുപാട് റൈഡുകളും ഞങ്ങൾക്ക് സ്വന്തം. മാലിന്യമില്ലാത്ത വിദ്യാലയമാണ് ഞങ്ങളുടേത്. ശുചിത്വ സേനയുടെ കരുത്തിൽ ഞങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. എനിക്ക് വാക്കുകളില്ല മക്കളെ. ഈ കോൺക്രീറ്റ് കെട്ടിടത്തേക്കാൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് നിങ്ങളുടെ കണ്ണിലെ ഈ ആത്മവിശ്വാസം കണ്ടിട്ടാണ്. പണ്ട് വിശന്ന് തളരുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തിയ ഉപ്പുമാവിൻ്റെ മണമുണ്ട് ഈ കാറ്റിന്. 75 കൊല്ലം മുൻപ് സ്ലേറ്റില്ലാതെ ഈ മണ്ണിൽ വിരൽ കൊണ്ട് ആ എന്നെഴുതിയ ആ പഴയ കിട്ടുവിനെ നോക്കി അന്ന് ലോകം പരിഹസിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ദാ നോക്ക്, ഈ അക്ഷരക്കോട്ടയുടെ മുകളിൽ നിന്ന് എൻ്റെ മക്കൾ ലോകത്തെ നോക്കി വിരൽ ചൂണ്ടുന്നു. ഇത് വെറും ഒരു കെട്ടിടമല്ല, ഇത് മൂളിത്തോടിൻ്റെ നെഞ്ചിടിപ്പാണ്. അറിവിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന അക്ഷരക്കോട്ടയാണിത്. മാറ്റങ്ങൾ അനിവാര്യമാണ്. വാര്യമൂല കുഞ്ഞിരാമൻ നായർ പകർന്നു തന്ന ആ അക്ഷരദീപം ഇന്നും ഈ മുറ്റത്ത് കെടാതെ നിൽക്കുന്നുണ്ട്. 1914 ജർമ്മനിയിലെ ഷ്വേൺസ്റ്റാട്ടിൽ ഫാദർ ജോസഫ് കെന്റനിക് കണ്ട ആ വലിയ സ്വപ്നം 1997 ഈ നാടിൻ്റെ സ്വപ്നങ്ങളുമായി ഒന്നായി ചേർന്നു. സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇവിടെ നടത്തിയത് ഒരു വിദ്യാലയത്തിൻ്റെ പുനർനിർമ്മാണമല്ല, മറിച്ച് ഒരു തലമുറയുടെ തന്നെ മാറ്റമാണ്. ഞാൻ ഈ മണ്ണിൻ്റെ കാവൽക്കാരൻ. കാലങ്ങൾ മാറുമ്പോഴും കാഴ്ചകൾ മാറുമ്പോഴും നന്മയ്ക്കായി കൈകോർക്കുന്ന മനുഷ്യരെ ഞാൻ കാണുന്നു. അറിവിൻ്റെ ഈ വലിയ പുസ്തകം ഇവിടെ തുറന്നു തന്നെ ഇരിക്കും. മക്കളെ, നിങ്ങൾ വളരുക, ലോകത്തെ പ്രകാശിപ്പിക്കുക. കൈകൾ കോർക്കാം, കാവലാകാം, കനവുകൾ പൂക്കും മൂളിത്തോടിൽ
അക്ഷരമുറ്റത്തായൊന്നായി ചേരാ സ്നേഹഗംഗയായൊഴുകാം നമ്മൾ വിദ്യതൻ പുണ്യതീർത്ഥമായി. ഇന്നലെ പെയ്ത വേനൽ മഴയിൽ വിടർന്ന കുടമുള്ള പൂക്കൾ നമ്മൾ ഓലമേഞ്ഞൊരാ പ്രിയമുള്ള